ഇന്നത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡിന് ശേഷം ഗാർഡൻ ഏരിയയിൽ നിന്ന് സംസാരിക്കുന്ന അനീഷിനെയും ബിന്നിയെയും എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്. ബിന്നി വളരെ വിഷമത്തിലാണ് ഇരിക്കുന്നത്. അനീഷ് ബിന്നിയോട് ചോദിക്കുന്നുണ്ട് എന്താണ് വിഷമിച്ചിരിക്കുന്നതിന്റെ കാരണമെന്ന്. അപ്പോൾ ബിന്നി പറയുന്നത് റെന പോയതാണ് വിഷമത്തിന് കാരണമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അനീഷ് ചോദിക്കുന്നുണ്ട് അതല്ലാതെ വേറെന്തെങ്കിലും വിഷമത്തിന് കാരണമുണ്ടോ എന്ന് ചോദിച്ചിട്ട് അനീഷ് എന്നെ ചോദിക്കുന്നുണ്ട് ഈ കുത്തിത്തിരിപ്പ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ബിന്നിക്ക് വളരെ പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടോ, അത് ഓവറായിട്ട് ഉപയോഗിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബിന്നിയും അത് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ബിന്നി പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനത് ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് ബിന്നി റിഗ്രറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് തുടക്കത്തിൽ അക്ബറും അപ്പാനിയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പ് വളരെയധികം തമാശകളൊക്കെ പറഞ്ഞ് സൊറ പറഞ്ഞിരിക്കുന്ന ഒരു ടീമായിരുന്നു. അപ്പോൾ ആ ടീമിലേക്ക് വന്നിരുന്നത് കൊണ്ട് മാത്രം അവിടെ കുത്തിത്തിരിപ്പ് എന്നൊരു ലേബൽ ചാർത്തി കൊടുത്തു അവർ. പിന്നീട് അത് പാട്ടും കഥകളും ഒക്കെ ആയിട്ട് ഹൗസ് മേറ്റ്സിനുള്ളിൽ തന്നെ വളരെ വലിയൊരു ചർച്ചാ വിഷയമായി മാറി. ഇപ്പോൾ അതൊരു ലേബലായി തന്നെ മാറിയിരിക്കുകയാണ് ബിന്നിയുടെ മേത്ത് കുത്തിരിപ്പ് എന്ന് പറയുന്നത്. പക്ഷെ താൻ ശരിക്കും അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഗെയിമിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് സംസാരിക്കേണ്ടടുത്ത് തന്നെ സംസാരിക്കുന്നുണ്ട്. ഇനി ഇപ്പോൾ അങ്ങനൊരു ലേബൽ വന്നതുകൊണ്ട് എപ്പോൾ എവിടെ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വന്നാലും എല്ലാവരും കുത്തിത്തിരിപ്പ് എന്ന് പറഞ്ഞ് താൻ പറയുന്ന വാചകങ്ങൾ കേൾക്കാൻ പോലും താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്ന് ബിന്നി പറയുന്നുണ്ട്. അപ്പോൾ അനീഷും വളരെ ഓപ്പണായിട്ടാണ് സംസാരിക്കുന്നത്. അതായത് കുത്തിത്തിരിപ്പ്, സ്ക്രൂ കയറ്റുക എന്നുള്ള വാക്കുകൾ ഓവറായിട്ട് ഉപയോഗിക്കുന്നു എന്ന് അനീഷും പറയുന്നുണ്ട് ബിന്നിയെ പറ്റി. അപ്പോൾ അവിടേക്ക് ലക്ഷ്മിയും വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി പറയുന്നത് എന്തെന്നാൽ ഇതിപ്പോൾ അവരെന്ത് വേണമെങ്കിലും പറഞ്ഞു കൊള്ളട്ടെ, ഇതിപ്പോൾ നീ നിന്റെ ഗെയിമായിട്ട് കണ്ട് കളിച്ചാൽ മതി എന്ന് ലക്ഷ്മി അവിടെ അഭിപ്രായം പറയുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ബിന്നി വെറും കുത്തിത്തിരിപ്പ് മാത്രമാണോ? എനിക്കൊരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. പുള്ളിക്കാരി ഗെയിമിൻ്റെ കാര്യത്തിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഒരു മൈൻഡ് ഗെയിം കളിക്കുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത് എന്ന അഭിപ്രായങ്ങളൊക്കെ പറയുന്നതായിട്ടും തോന്നിയിട്ടുണ്ട്. പിന്നെ ആദ്യം കുറച്ചു കാലം നമ്മുടെ അക്ബറിൻ്റെ ഗ്യാങ്, ബുള്ളിങ് ഗ്യാങ് എന്ന് തന്നെ പറയും ഞാൻ. അപ്പോൾ അങ്ങനെ ഒരു ഗ്യാങ്ങിൽ പെട്ടതുകൊണ്ട് മാത്രം ഓവറായിട്ട് കളിയാക്കലുകൾ വന്നപ്പോൾ കൂടെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ഒരു ബുള്ളി ഗ്യാങ്ങിൻ്റെ ഭാഗമായിട്ട് മാറുകയും പിന്നീട് അവർ തന്നെ ഒരു പേരിട്ട് അത് വിളിച്ച് അങ്ങനെ അത് സ്ഥിരമായി മാറുകയും ചെയ്തു. ഇപ്പോൾ ആര്യനും സ്ഥിരമായിട്ട് അങ്ങനെ വിളിക്കാറുണ്ടെന്നാണ് ബിന്നി പറയുന്നത്. പിന്നെ ഈ ബിന്നിക്ക് ഏറ്റവും വിഷമമായി മാറിയത് ഈയിടെ ആദില നെവിൻ ഷാനവാസ് എന്നീ ട്രയോയുടെ ഒരു പ്രശ്നത്തിനിടയ്ക്ക് ബിന്നി അഭിപ്രായം പറഞ്ഞപ്പോൾ, അതായത് ഇവർ പ്രശ്നം പബ്ലിക്കായിട്ട് പറഞ്ഞു, പക്ഷേ ഇവർ ബാക്കിൽ എന്ത് ചെയ്തു, നിവിനും ആദിലയും കൂടി പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്തു. അപ്പോൾ അത് സോൾവ് ചെയ്ത് ഇവരാരും അറിഞ്ഞില്ല. അതെന്തുകൊണ്ട് പബ്ലിക്കായി പറഞ്ഞില്ല എന്നുള്ള കാര്യം ബിന്നി ആദിലയോട് ചോദിച്ചപ്പോൾ ആദില നീ കുത്തിത്തിരിപ്പൊന്നും എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട എന്നൊരു ഡയലോഗ് പറഞ്ഞു എന്നുള്ളതും ബിന്നിക്ക് ഭയങ്കര ഹേർട്ടായി എന്നാണ് ബിന്നി അനീഷിനോട് പറയുന്നത്.